ഓം ധ്യായേച്ചാരുജടാനിബദ്ധമകുടം ദിവ്യാംബരം ജ്ഞാനമുദ്രോദ്യദക്ഷകരം പ്രസന്നവദനം ജാനുസ്ഥഹസ്തേതരം മേഘശ്യാമളകോമളം സുരനുദം ശ്രീയോഗപട്ടഞ്ജിതം വിജ്ഞാനപ്രദമപ്രമേയസുഷമം ശ്രീഭൂതനാഥം വിഭും ശരണമയ്യപ്പ. ഹരേ മാതാപിതാ ഗുരുദൈവമേ ശരണമയ്യപ്പ. അഖിലാണ്ടകോടി ബ്രഹ്മാണ്ട നായകനേ ശരണമയ്യപ്പ. നന്മയിൽ നിന്നും നന്മയിലേക്ക് മാനവരാശിയെ ഉയർത്തുന്ന ശബരി ശൈല ശൃംഖ നിവാസിയായ കാനനവാസനായ കലിയുഗ കാരുണ്യ സമുദ്രമായ അയ്യപ്പസ്വാമി കലി കന്മഷങ്ങൾ തീർക്കുന്ന സിദ്ധ ഔഷധമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലുള്ള ദുഃഖത്തെയും തീർത്ത് സർവ അനുഗ്രഹങ്ങളും നൽകും. അശ്യാമകോമള വിശാലതനും വിചിത്ര വാസോവസാന വരുണോൽപ്പ വാമഹസ്തം ഉത്തുംഗരത്നമകുടാം കുടിലാദ്രികേശം ശാസ്താരം ഇഷ്ടവരദാം ശരണം പ്രപദ്യേ. മുൻ ശബരിമല മേശാന്തിയും കൃഷ്ണ യജുർവേദ പണ്ഡിതനും ഭാഗവതോത്തമനും ഭഗവത്ഗീത ആചാര്യനുമായ എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ച ആദ്യം ചൊല്ലിയ ധ്യാനം ശബരിമല അയ്യപ്പസ്വാമിയുടെ ധ്യാനമാണ്. മറ്റേത് ഒരു ശാസ്താവിൻ്റെ ധ്യാനമാണ്. ആ രണ്ടാമത് ചൊല്ലിയ ശാസ്താവിൻ്റെ ധ്യാനത്തിന് ശ്യാമകോമള വിശാലനും പച്ച നിറത്തിലുള്ള കാനന സ്വരൂപനായ കാനനവാസിയായ ഒരു പ്രകൃതി പുരുഷം ചൈവ എന്ന് പറയുന്ന ആ ഒരു സങ്കല്പത്തിലുള്ളതാണ്. അതിന് പൂർണ്ണ പുഷ്കല എന്ന് പറയുന്ന 2 പത്നിമാരുണ്ട്. അതുപോലെ തന്നെ പ്രഭ സത്യക എന്ന് പറയുന്ന 2 മക്കളുണ്ട്. ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കണം, ഈ ധർമ്മ ശാസ്താവാണ്. ശാസ്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രപഞ്ചത്തിലെ ശാസിക്കുന്നത് ശ്രുതി സ്മൃതി മുതലായ പ്രമാണത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രപഞ്ചത്തെ ശാസിച്ച് നിലക്ക് നിർത്തുന്നവനാണ് ശാസ്താവ്. അപ്പോൾ ആ ശാസ്താവിൻ്റെ ഭക്തരെന്തായിരിക്കണം? സ്വധർമ്മമഭിജാപേക്ഷ ന വികമ്പിതുമർഹസി. ഓരോ അയ്യപ്പ ഭക്തനും അവനവന് നിക്ഷിപ്തമായ എന്താണോ ധർമ്മം, എന്താണോ കാര്യം, എന്താണോ ജോബ്, എന്താണോ അവനിൽ നിക്ഷിപ്തമായ കർത്തവ്യം, അത് ചെയ്യുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും വരുത്തരുത്. ആ കർമ്മങ്ങളിൽ ആ സ്വധർമ്മത്തെ പോഷിപ്പിക്കാനും ആ സ്വധർമ്മത്തെ വികസിപ്പിക്കാനും ആ സ്വധർമ്മത്തിൽ സംതൃപ്തമായ ജീവിതം, സന്തോഷപ്രദമായ ജീവിതം കൊണ്ടു നടക്കാനും ആയുരാരോഗ്യ സൗഖ്യത്തോടുകൂടി സർവസമ്പൽ സമൃദ്ധിയോടുകൂടി പുരുഷാർത്ഥങ്ങളൊക്കെ നേടിക്കൊണ്ട് ഒരു നല്ല ജീവിതം, ഇതിനാണ് മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് അയ്യപ്പസ്വാമിയെ 41 ദിവസത്തെ വ്രതവിശുദ്ധിയോടുകൂടിയുള്ള അയ്യപ്പ ദർശനം. വ്രതവിശുദ്ധിയിൽ നഖങ്ങൾ വളർത്തുന്നു, താടിയും മുടിയൊക്കെ വളർത്തുന്നു. ശ്രദ്ധിക്കണം, അയ്യപ്പ മണിമാല, അയ്യപ്പ മുദ്ര ധരിക്കുന്നു, ബ്രഹ്മചര്യം കാത്തുസൂക്ഷിക്കുന്നു, പ്യൂർ
ഒരു വ്രത വിശുദ്ധ ജീവിതം. ഇതിന് സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ അമ്മമാരും സഹോദരിമാരും കുഞ്ഞുകുട്ടികളും എല്ലാവരും കൂടി കൂടുമ്പോൾ ഇമ്പമുള്ള ഒരു കുടുംബം. ആ അയ്യപ്പ ശരണ മന്ത്ര സംസ്കൃതിയിലുള്ള ഒരു കുടുംബം. ആ കുടുംബത്തിൽ അഷ്ട ഐശ്വര്യങ്ങളും നിറഞ്ഞു തുളുമ്പും. ഞാനിത് ഒരു പ്രഭാഷണമല്ല പറയുന്നത്, മറിച്ച് എൻ്റെ ജീവിതം, എൻ്റെ കുടുംബജീവിതം, അതാണ് എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് കാണിച്ചു തന്ന ഈ കാനനപാതയിലൂടെയുള്ള യാത്ര. ആ കാനനപാതയിലൂടെ അച്ഛനും അമ്മയും പറഞ്ഞു തന്ന അമ്മയുടെ ആ വിഷനും മിഷനും ഉള്ള ആ യാത്ര, റെഡ് കാർപ്പറ്റാണ് എനിക്ക് കാനനപാത അനുഭവിച്ചത്. മലയിൽ എൻ്റെ സഹോദരനും ആത്മബന്ധുവും ഗുരുവുമായ നീലകണ്ഠൻ നമ്പൂതിരി, ശിവൻകുട്ടൻ എന്ന് പറയുന്ന അദ്ദേഹം മേശാന്തിയായ സമയത്ത് ഞാനവിടെ ഉണ്ടായപ്പോൾ എല്ലാവരും എന്നെ വിളിക്കും, മണികണ്ഠനു മലമേലൊരു മണിമന്ദിരമുണ്ട്, മകരം പുലരുമ്പോൾ അവിടെയൊരു അഭിഷേകവുമുണ്ട്. എൻ്റെ അച്ഛൻ മേശാന്തി ആയപ്പോൾ എല്ലാവരും പറഞ്ഞു, മണികണ്ഠന് മലമേലൊരു മണിമന്ദിരമുണ്ട് എന്ന്. പിന്നീട് എൻ്റെ സഹോദരി ഭർത്താവ് അവിടെ കീശാന്തിയായിരുന്നു. ആ സന്ദർഭത്തിലും എല്ലാവരും പറഞ്ഞു, മണികണ്ഠനു മലമേലൊരു മണിമന്ദിരമുണ്ട്. അപ്പോൾ എല്ലാവരും ഈ മണിമന്ദിരം ധനത്തെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ, കണ്ഠസ്യ ഭൂഷണം ഇതി മണികണ്ഠ, എൻ്റെ കണ്ഠത്തിൻ്റെ ഭൂഷണം, എൻ്റെ പ്രാണൻ്റെ ഭൂഷണം, എൻ്റെ ജീവൻ്റെ ഭൂഷണം, ആ ജീവനാണ് അയ്യപ്പനെന്ന് എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചു. തിരിച്ചറിയുന്നതോടുകൂടി ഈ അയ്യപ്പൻ പോയി കഴിഞ്ഞാൽ, ഈ മംഗളസ്വരൂപിയായ ശിവ ചൈതന്യം അയ്യപ്പൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഇതെന്തായി? ശവമായി. ഞാനിത് പറയാൻ കാരണം, ഞാൻ നേരത്തെ ആദ്യം ചൊല്ലിയ അയ്യപ്പൻ്റെ ധ്യാനത്തിൽ വിജ്ഞാനപ്രദം അപ്രമേയ സുഷമം, സർവവിദ്യയെയും പ്രദാനം ചെയ്യുന്നു. കാരണം മേഘശ്യാമള കോമളം, ഈ നീല അനന്തതയായ മേലെ പരമേ വ്യോമൻ പ്രതിഷ്ഠിതം പരമമായ ആ നീലാകാശമാണ് അയ്യപ്പൻ. ആ നീലാകാശമായ മേഘശ്യാമള കോമളം സുരനുതം. എല്ലാ ദേവീദേവന്മാരും കലിയുഗത്തിൽ തൻ്റെ സർവശക്തി ചൈതന്യവും അയ്യപ്പസ്വാമിക്ക് വർഷിച്ചുകൊണ്ട് സ്തുതിക്കുന്നതാണ് കലിയുഗത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന അത്യത്ഭുതം. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ജാതി മത വർണ്ണ ലിംഗ വ്യത്യാസങ്ങളില്ലാതെ 25 പൈസയുടെ 10 രൂപയുടെ ഒരു മുദ്രമാല ധരിച്ച് സ്വാമിയായി, ചക്രവർത്തിയായി, റൂളറായി, ഗവർണറായി ശബരിമലയ്ക്ക് വരികയാണ്. യൂറോപ്യൻ ഭക്തന്മാർ പറയും, അവിടെ അമേരിക്കയിൽ ഒരു സാധാരണ വ്യക്തി, ഒരു പാവപ്പെട്ട ബാലൻ അമേരിക്കൻ പ്രസിഡന്റായി ഉയർന്നു എന്ന്. എന്നാൽ സനാതനവും ഋഷിപ്രോക്തവുമായ ഭാരതീയ ഹൈന്ദവ സംസ്കൃതിക്ക് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ചക്രവർത്തിയുടെ മകൻ സിദ്ധാർത്ഥൻ എന്ന ബാലൻ ഒരു സന്യാസിയായി മാറിയ കഥയാണ്. ആത്മീയതയുടെ ഉത്തുംഗ ഹിമശൃംഗങ്ങൾ കീഴടക്കിയ കഥയാണ്. ലോകം മുഴുവൻ പടർന്ന് പന്തലിച്ച കഥയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ രഹസ്യം? എൻ്റെ ഒരു ജീവിത യാത്രയും ഇതാണ്. ഭാരതീയ ഹൈന്ദവ സംസ്കൃതിയുടെ താക്കോലാണ് ഞാൻ ആരാണ് എന്ന അന്വേഷണം. ആത്മാന്വേഷണത്തിന് അവസാനം കുറിക്കുന്നതാണ് ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവ തീർത്ഥയാത്ര. തീർത്ഥയാത്ര എന്ന് പറഞ്ഞാൽ ദുഃഖത്തെ തരണം ചെയ്യുന്ന യാത്ര. ദുഃഖത്തെ തരണം ചെയ്തു കഴിഞ്ഞാൽ ഇരുട്ടില്ല എന്ന് പറഞ്ഞാൽ പ്രകാശമുണ്ട്, സന്തോഷമുണ്ട്, സച്ചിദാനന്ദമുണ്ട്. അപ്പോൾ ഈ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ഉള്ള അയ്യപ്പ ഭക്തന്മാർ മാലയിട്ട് സ്വാമിയായി പമ്പയിൽ സ്നാനം ചെയ്ത്
പമ്പ ഗണപതി സവിധത്തിലെത്തുന്നതോടുകൂടി എല്ലാവരും സ്വാമിയായി. അതിൽ മുൻ മുഖ്യമന്ത്രി കെ കരുണാകരൻ ശബരിമലയ്ക്ക് പോകുമ്പോൾ പമ്പയിൽ കുളിച്ചിട്ട് മെല്ലെ കയറുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ അദ്ദേഹത്തെ വിളിച്ചു, സ്വാമി പെട്ടെന്ന് വായെന്ന്. ഏത് കരുണാകരനെ? ബാക്കി കാര്യം ഞാൻ പറയണ്ടല്ലോ. അപ്പോൾ കരുണാകരന് ബോധ്യം വന്നു, ഞാൻ മാരാറല്ല, ഞാൻ കേരള മുഖ്യമന്ത്രിയല്ല, ഞാൻ പുരുഷനല്ല, അച്ഛനല്ല, ഭർത്താവല്ല, ഒന്നുമല്ല, ആരുമല്ല, കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവല്ല, മറിച്ച് ഞാൻ അയ്യപ്പനാണ്, അയ്യപ്പ ഭക്തനാണ്. ഇത് തന്നെയാണ് അംബാനി വന്നു കഴിഞ്ഞപ്പോഴും അവിടെ നടന്നത്. ഒരു ദിവസം ഉഷപൂജയ്ക്ക് അകത്തുനിന്ന് ഞങ്ങളെല്ലാവരും ഇറങ്ങി ആ ഗണപതിയുടെ അടുത്ത് പൂജയ്ക്ക് വരുന്ന സമയത്ത് അവിടെ ISRO ചെയർമാൻ രാധാകൃഷ്ണൻ സാർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അദ്ദേഹത്തോട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ രാധാകൃഷ്ണൻ സാറ് പറയുന്നതാണ്, അപ്പോൾ അന്ന് ലോകത്തിലെ 5ാമത്തെ സയൻറ്റിസ്റ്റാണ് ഇദ്ദേഹം. രാധാകൃഷ്ണൻ സാറ് പറയുകയാണ്, ശാസ്ത്രം ശാസനാൽ ത്രായതേ ഇതി ശാസ്ത്രം, ഈ ശാസ്ത്രങ്ങൾ മുഴുവൻ ബുദ്ധിയുടെ, ശ്രദ്ധിക്കണം, ബുദ്ധിയുടെ പരിമിതിക്ക് ഉള്ളിൽ നിൽക്കുന്നതാണ് ശാസ്ത്രം. അവ ശാസ്ത്രീയമായി തെളിയിക്കാനും സാധിക്കും. പക്ഷേ അകത്തുള്ള ആ ചിന്മുദ്രാങ്കിതനായ അയ്യപ്പസ്വാമി എവിടെയാണ് ശാസ്ത്രം അവസാനിക്കുന്നത് അവിടെ നിന്നും തുടങ്ങുകയായി. വേദാനാം സാമവേദോസ്മി, സാമവേദം, സമവേദത്തിലെ ചാന്തോക്യോപനിഷത്ത്, അവിടുത്തെ തത്വമസി പൊരുളായ അയ്യപ്പസ്വാമി ബുദ്ധിഗ്രാഹ്യം അതീന്ദ്രിയം, എല്ലാ ഇന്ദ്രിയങ്ങളുടെയും എല്ലാ ബുദ്ധിയുടെയും എല്ലാ സങ്കല്പത്തിൻ്റെയും അപ്പുറത്തുള്ള ഒരു അനുഭൂതിയാണ്, ഒരു ചൈതന്യമാണ് അയ്യപ്പസ്വാമി. ആ അയ്യപ്പസ്വാമി വാണരുളുന്ന സഹ്യാദ്രിയിലാണ്, ഹിമശൈലമാണ്, സ്നേഹശൈലമാണ്, ആത്മീയ ശൈലമാണ്. ആ ശൈലം പോലും അറിയപ്പെടുന്നത് ഒരു കാട്ടാള സ്ത്രീയുടെ പേരിലാണ്, ശബരിമല. അപ്പോൾ മനസ്സിലാക്കണം, അയ്യപ്പസ്വാമി ഒരു സ്ത്രീ വിരോധിയല്ല. എല്ലാ സ്ത്രീകൾക്കും ഉപാസന ചെയ്യാം, ശരണം വിളിക്കാം. അവരെവിടെ നിന്ന് ശരണം വിളിക്കുന്നു അവിടെ പുലിവാഹനായി ഓടിയെത്തി അഭീഷ്ട വരദാനങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് പൂർണ്ണമായും സംരക്ഷിക്കും. നമുക്കറിയാം, പന്തളത്ത് മഹാരാജ്ഞി ആ കപടമായ വയറുവേദനയ്ക്ക് പോലും പുലിപ്പാൽ കൊണ്ടുവന്ന ദിവ്യ കാരുണ്യമൂർത്തിയായ പ്രേമസ്വരൂപനായ സച്ചിദാനന്ദ സ്വരൂപമായ അഭയവരദഹസ്തനായ ചിന്മുദ്രാങ്കിതനായ 18 മലകൾക്കും അധിപനായ 14 ലോകങ്ങൾക്കും അധിപനായ അയ്യപ്പസ്വാമി. ആ അയ്യപ്പസ്വാമിയെ അയ്യപ്പ ഭജനം ഏതൊരു ജീവിക്കും, ഏതൊരു ജന്തുവിനും, ഏതൊരു മനുഷ്യനും, സ്ത്രീകൾക്ക്. അപ്പോൾ ശബരിമല സന്നിധാനത്തിൽ വ്രതവിശുദ്ധിയിലൂടെയുള്ള കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ പറയുന്നുണ്ട്. 10നും 55നും ഇടയിലുള്ള സ്ത്രീകൾക്ക് ഈ ഉപാസനയൊക്കെ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതാണ് 40 ദിവസത്തെ വ്രതമൊക്കെ. അതുകൊണ്ടാണ് അത് ഒഴിവാക്കണമെന്ന് പറയുന്നത്. അവർക്ക് അതിന് മുന്നേ വരാം, അതിന് ശേഷവും വരാം. എനിക്കും 3 സഹോദരിമാരുണ്ട്, ഒരു ഭാര്യയുണ്ട്, ഒരു മകളുണ്ട്. എൻ്റെ സഹോദരിമാർക്കും സഹോദരന്മാർക്കും മക്കളുണ്ട്, പെൺകുട്ടികളുമുണ്ട്. അവർക്കെല്ലാവർക്കും അവനവൻ്റെ ഗൃഹത്തിലിരുന്നുകൊണ്ട് ഗൃഹമേക ഗൃഹസ്ഥാനാം സുസമാഹിത ചേതസ ശാന്താഹാം ഹൃദിദോഷാണാം വിജന വനഭൂമിയെ. വിജനമായ വനഭൂമിയിൽ നമ്മളെപ്പോലുള്ള ആൾക്കാർ അനുഭവിക്കുന്ന ആ തത്വമസി എന്ന സച്ചിദാനന്ദ അരവണയുടെ മധുരം ഗൃഹത്തിലിരുന്നുകൊണ്ട്, ഗൃഹമേക ഗൃഹസ്ഥാനം, കുടുംബ പശ്ചാത്തലത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ യുവതികളായ എൻ്റെ പൊന്നോമന പെൺമക്കൾക്ക് സാധിക്കുമെങ്കിൽ അതല്ലേ എളുപ്പം. ഏതായാലും സുപ്രീം കോടതി വിധിയെ തൃണവൽക്കരിച്ച സഹോദരിമാർക്ക് 100,000 സ്നേഹാശംസകൾ, 100,000 പൂച്ചെണ്ടുകൾ. ഏതായാലും ശരി, എൻ്റെ മകളുടെ പേര്, അവൾ ഡോക്ടറാണ്, അവളുടെ പേര് ശബരി എന്നാണ്. എൻ്റെ അച്ഛനാണ് ആ പേരിട്ടത്. അയ്യപ്പ ഉപാസനയിൽ
എൻ്റെ അച്ഛന് ജനിച്ചതാണ് ഞാൻ, അതുകൊണ്ട് അയ്യപ്പൻ്റെ പേര് തന്നെ എനിക്കിട്ടു. ആ ഉപാസനയിൽ നിന്നാണ് എൻ്റെ മകളുടെ ജന്മം, അതുകൊണ്ട് അവൾക്ക് ശബരി എന്ന് പേര് കിട്ടു. ഏതായാലും ശരി, അയ്യപ്പസ്വാമി ഭക്തർക്കൊന്നേ പറയാനുള്ളൂ, മയ്യർപ്പിത മനോബുദ്ധി. അയ്യപ്പന് നമ്മൾ എന്താണ് അർപ്പിക്കേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സും ബുദ്ധിയും അയ്യപ്പസ്വാമിക്ക് അർപ്പിക്കണം. മനസ്സും ബുദ്ധിയും അയ്യപ്പസ്വാമിക്ക് അർപ്പിച്ചു കഴിഞ്ഞാൽ ISRO ചെയർമാനെ പോലെ, അംബാനിയെ പോലെ, കരുണാകരനെ പോലെ എക്സെട്ര 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 കോടാനുകൂടി ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും അയ്യർപ്പിത മനോബുദ്ധി, മനസ്സും ബുദ്ധിയും അയ്യപ്പനിൽ അവശേഷിച്ചു കഴിഞ്ഞാൽ, അർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ആ ഭക്തൻ മാത്രം, ഭക്തി മാത്രം. ഒരു ഉപ്പുകട്ട കടലിൻ്റെ ആഴം അന്വേഷിച്ച് മുകളിൽ നിന്ന് ഇറങ്ങി കുറച്ചപ്പുറത്തെത്തുമ്പോൾ ലയിച്ചു ചേർന്ന് ഉപ്പ് സമുദ്രം മാത്രമായി മാറുന്നു. ഇതുപോലെ അയ്യപ്പ സമുദ്രം മാത്രമായി മാറുന്നു. എങ്ങനെ? അയ്യപ്പനെ ഉപാസന നടന്നുകൊണ്ട്. അപ്പോൾ അയ്യപ്പൻ പറയുന്നു, മാം ധ്യായന്ത ഉപാസതേ മൃത്യു സംസാരസാഗരാത് തേഷാമഹം സമുദ്ധർത്താം മൃത്യു സംസാര ബന്ധന. മാം ധ്യായന്ത ഉപാസന, അയ്യപ്പനെ ധ്യാനിക്കണം, അയ്യപ്പനെ ഉപാസന നടത്തണം. അങ്ങനെയുള്ള അവരുടെ ജീവിതം അതിമനോഹരമാകും. ഞാനിത് ഒരു കഥയല്ല പറയുന്നത്, എൻ്റെ ജീവിതത്തിലെ അനുഭവമാണ്. അങ്ങ് കണ്ണൂർ ഏഴിമലയുടെ താഴ്വാരത്ത് ഒരു 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 കുഗ്രാമത്തിൽ ഏകദേശം 20 കിലോമീറ്റർ അപ്പുറത്താണ് വാഹനമുള്ളത്. വള്ളം കടന്നിട്ട് വേണം അക്കരെ പോകാനും. അങ്ങനെയുള്ള ഒരു കുഗ്രാമത്തിൽ ജനിച്ച എൻ്റെ അച്ഛൻ ശബരിമല മേശാന്തിയായി ഉയരുന്നത്, ഒരു ഭക്തനെ മേശാന്തിയാക്കി ഉയർത്തുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ട് അറിഞ്ഞ് അനുഭവിച്ച് ആ പരമാനന്ദ സംപ്ലുതാം വേദങ്ങൾക്ക് പറയുന്ന ആ പരമാനന്ദമായ പാതയിലൂടെ എനിക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നതും അതുകൊണ്ടാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആ ഒരു വർഷക്കാലം, അതിനുശേഷം പിന്നീട് അതിനു മുന്നേ ഞാൻ നേരത്തെ പറഞ്ഞ ശിവൻകുട്ടൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ, അതിനുശേഷം മറ്റ് മേശാന്തിമാരുടെ കൂട്ടത്തിൽ, അതിനുശേഷം നമ്മുടെ സഹോദരി ഭർത്താവ് അദ്ദേഹം അവിടെ കീശാന്തിയായ സമയത്ത്, ഈ സമയത്തൊക്കെ ഉണ്ടായിരുന്ന അയ്യപ്പസ്വാമിയുടെ പൂജ അനുഭവങ്ങൾ അവാച്യമാണ്. മുഖം കരോതി വാചാലം പങ്കം ലംഘയതേ ഗിരിയും. മുഖമാണ് പങ്കും, കാലില്ലാത്ത വ്യക്തി മല കയറുന്നത് പോലെ, മിണ്ടാൻ സാധിക്കാത്ത വ്യക്തി പാട്ട് പാടുന്നത് പോലെ. ഒരു സദ്യ കഴിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. ഷോക്ക് അടിക്കുന്നത് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. അതുപോലെ അയ്യപ്പ അനുഗ്രഹ അനുഭൂതി അത് ജീവിതത്തിൽ പകർത്തണം. അതിന് അടുക്കും ചിട്ടയുമുള്ള ഒരു ജീവിതം, ഇതാണ് അയ്യപ്പസ്വാമിക്ക് പറയാനുള്ളത്. മദ്യവും മയക്കുമരുന്നുമില്ലാത്ത ഒരു വെജിറ്റേറിയൻ ജീവിതം, അതാണ് അയ്യപ്പ കുടുംബ ശരണമന്ത്ര സംസ്കൃതി. ഈ സംസ്കൃതിയിൽ നാമസ്വരൂപം, ഭജന, ഉപാസന, ആ അയ്യപ്പ ജപ ഊർജമാണ് അവനവൻ്റെ ജീവിതമെന്ന് തിരിച്ചറിയുമ്പോൾ ജീവിതം സന്തോഷ സംതൃപ്ത ജീവിതമാകും. കൂടുമ്പോൾ ഇമ്പമുള്ള സ്നേഹാധിഷ്ഠിത കുടുംബമായി മാറും. മണ്ഡലക്കാലത്ത് അയ്യപ്പസ്വാമിയുടെ ദർശനം ഇത് കഴിയുമ്പോഴാണ് ഓർമ്മ വരുന്നത്. എൻ്റെ അച്ഛൻ മേശാന്തിയായിരുന്ന വർഷം, അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ ഒരു ദിവസം വൈകുന്നേരം 5 മണിക്കാണ് ശ്രീകോവിൽ നട തുറന്നു, പൊന്നമ്പലത്തിൽ ശ്രീകോവിൽ നട തുറന്നു. നമ്മുടെ ജയവിജയന്മാർ പാടിയ ആ പാട്ട് റിക്കാർഡ് വെക്കുമ്പോൾ മേശാന്തി മുറിയിൽ നിന്നും ഇറങ്ങിയായി. അദ്ദേഹവും കീശാന്തിയും ഞാനും മറ്റ് സഹശാന്തിമാരും തന്ത്രി മുറിയിൽ പോയി തന്ത്രിയുടെ അനുവാദത്തോടുകൂടി ക്ഷേത്രത്തിന് പ്രദക്ഷിണം വെച്ച് നട തുറക്കുന്നു. അപ്പോൾ മണ്ഡലക്കാലത്ത് പടിപൂജ ഇല്ല, വളരെ ശ്രദ്ധിക്കണം. മണ്ഡലപൂജ കഴിഞ്ഞ് മകരവിളക്കും കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ എല്ലാ ദിവസവും, പിന്നെ നട തുറക്കുന്ന എല്ലാ ദിവസങ്ങളിലും ദീപാരാധനയ്ക്ക് ശേഷം പടിപൂജയുണ്ട്. അപ്പോൾ 5 മണിക്ക് നട തുറക്കും. അപ്പോൾ ശരണമയ്യപ്പ മണ്ഡലക്കാലത്ത് ചിലപ്പോൾ 3 മണിക്ക് 4 മണിക്കൊക്കെ നട തുറക്കും. 6:35 ദീപാരാധന. ദീപാരാധനയ്ക്ക്
ശേഷമാണ് പടിപൂജ. പടിപൂജയ്ക്ക് ശേഷമാണ് പുഷ്പാഭിഷേകം. ഓരോ പുഷ്പാഭിഷേകത്തിന് ശേഷവും അരവണ നിവേദ്യമുണ്ട്. അതിന് ശേഷമാണ് അത്താഴപൂജ. അപ്പോൾ ഒരു ദിവസം അത്താഴപൂജ, ആ അത്താഴപൂജയ്ക്ക് അച്ഛൻ കൃഷ്ണ യജുർവേദിയായ അദ്ദേഹം പൂജ, പ്രസന്ന പൂജ, ഈ അത്താഴപൂജക്ക് പ്രസന്ന പൂജയുണ്ട്. ആ പ്രസന്ന പൂജയിൽ 4 തരം നിവേദ്യങ്ങളാണ് അയ്യപ്പസ്വാമിക്ക്. ഒന്ന് അപ്പം, ഒന്ന് എള്ളുപായസം, ഒന്ന് അരവണ, പിന്നെ ഒന്ന് പാനകം. ഈ 4 നിവേദ്യാദികൾക്ക് ശേഷം ആ പ്രസന്ന പൂജ മധ്യത്തെങ്കിൽ പ്രസന്ന പൂജ സമർപ്പണം. സമർപ്പണം 100% പെർഫെക്റ്റായി സമർപ്പിക്കുക. അവിടെ രാജോപചാരമായിട്ടുള്ള എല്ലാ മുദ്രകളും ഉണ്ട്. അപ്പോൾ അതിനകത്ത് വേദാദി അർച്ചനകളുണ്ട്. അപ്പോൾ വേദാദി അർച്ചനകളിൽ കൃഷ്ണ യജുർവേദത്തിലെ ഒരു മന്ത്രം ശരണമയ്യപ്പ ഓം ശ്രീ ഭൂതനാഥായ നമഃ തദേവാഗ്നി തദ്വായു തത്സൂര്യസ്തദു ചന്ദ്രമാ തദേവ ശുക്രമമൃതം തദ്ബ്രഹ്മ തദാവ തത്ശാസ്ത. സ്വാമി ശരണമയ്യപ്പ. അപ്പോൾ കൃഷ്ണ യജുർവേദത്തിലെ ഈ മന്ത്രം പഞ്ചഭൂതനാഥനാണ് അയ്യപ്പസ്വാമി. ഈ പഞ്ചഭൂതങ്ങളും അയ്യപ്പസ്വാമി എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത്. എന്താണ്? താ ദേവ അഗ്നി. ആ ദേവൻ ഈ വിഗ്രഹസ്വരൂപത്തിലൂടെ കോടാനുകൂടി ഭക്തജനങ്ങൾക്ക് അഭയവും വരദവും അഭയവും വരങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്ന ഈ ധർമ്മശാസ്താവ് ശരചാപധാരിയാണ്. ശത്രുക്കളെ മുഴുവൻ ഭസ്മമാക്കുന്ന ധർമ്മശാസ്താവാണ്. ഒപ്പം ജീവിത ലക്ഷ്യം സാർത്ഥകമാക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ചൈതന്യവുമാണ്. അങ്ങനെയുള്ള ആ അയ്യപ്പസ്വാമി തന്നെയാണ് മുന്നിൽ ആഴിയായി ജ്വലിക്കുന്നത്. അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അഗ്നിമീളെ പുരോഹിതം യജ്ഞസ്യ ദേവമൃത്യുജം ഹോതാരം രത്നധാതമം. അഥർവവേദം തുടങ്ങുകയാണ്. ശംനോ ദേവീരഭിഷ്ടയ ആഭോ ഭവന്തു പീതയേ. അഥർവവേദമാണ്. ആ എന്താണ്? ശംനോ ദേവീരഭിഷ്ടയ, അഭീഷ്ടങ്ങൾ നൽകുന്ന സത്യസ്വരൂപമായ ചിന്മുദ്രാഗീതനാണ് അയ്യപ്പൻ. ഈ അയ്യപ്പനാണ് തദേവ അഗ്നി, അഗ്നിയായി. അഗ്നിമീളെ പുരോഹിതം, എൻ്റെ മുന്നിൽ എൻ്റെ ജീവനായി തുടിച്ച് മുന്നോട്ട് നീങ്ങണമേ. അപ്പോഴോ തദേവാഗ്നി തദ്വായു. അയ്യപ്പസ്വാമി തന്നെയാണ് വായു. നമസ്തേ ബ്രഹ്മണേ നമസ്തേ വായവേ ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസി. അല്ലയോ അയ്യപ്പസ്വാമി, എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും ഞാൻ ജനിച്ചു വീണ് കഴിഞ്ഞപ്പോൾ, എൻ്റെ അംബ്ലിക്കൻ കോഡ് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ മൂക്കിൻ്റെ മുന്നിൽ വന്ന് എനിക്ക് പ്രാണനായി മാറിയത് അയ്യപ്പ, അയ്യപ്പ, അയ്യപ്പസ്വാമി നീ തന്നെയാണ്. തദ്വായു, എനിക്കനുഭവിക്കാൻ സാധിച്ചു നീ തന്നെയാണ് വായു. അങ്ങനെ പഞ്ചഭൂതങ്ങളെല്ലാം നീ തന്നെയാണ്. ആകാശവും നീ തന്നെയാണ്. സർവ ഓഷധികളും ആ ഓഷധികൾ നിറഞ്ഞു നിൽക്കുന്ന ഭൂമിയും അയ്യപ്പസ്വാമി. പ്രതിഷ്ഠതി ഇതി പ്രതിഷ്ഠ,
ഈ വിഗ്രഹം ഉറപ്പിച്ചിരിക്കുന്ന ആ ഭൂമി തന്നെയാണ് ഉറപ്പിച്ചത്. അഷ്ടബന്ധം, 8 രീതിയിലുള്ള ബന്ധങ്ങളിലൂടെ ഉറപ്പിച്ച് ഈ അയ്യപ്പസ്വാമിയായി മാറിയിരിക്കുന്നത്. ആ ചൈതന്യത്തെ ഇവിടെ ഒരു പട്ടയുണ്ട്, പട്ടബന്ധം, അതാണ് ഭക്തബന്ധം. ഓരോ ഭക്തനും ഈ അയ്യപ്പ വിഗ്രഹ ദർശനം, ജപത്തിലൂടെ തത്വം, തത്വത്തിലൂടെ വിഗ്രഹം, വിഗ്രഹത്തിലൂടെ കണ്ട് കേട്ട് അനുഭവിക്കണം അയ്യപ്പനെ. ആ വിഗ്രഹ ചൈതന്യത്തെ ഭക്തൻ ഭക്തബന്ധം കൊണ്ട്, ഭക്തപാശം കൊണ്ട്, ഭക്തി കൊണ്ട്, സ്നേഹം കൊണ്ട് കെട്ടിയിടണം. അപ്പോഴോ തദ്ബ്രഹ്മ ശുക്രമൃതം തദ്ബ്രഹ്മ. നീലാകാശം, അതാണ് ഈ നീലവസ്ത്രം, മെഘശ്യാമള കോമളം പറഞ്ഞില്ലേ, ആ ആകാശവും സ്പേസും, ആകാശവും നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും അഗ്നിയും ഭൂമിയും, പിന്നെ അതൊക്കെയാണ് തദ്ബ്രഹ്മ. ആ ബ്രഹ്മസ്വരൂപമായ അയ്യപ്പസ്വാമി തന്നെയാണ്. തദാപാ, അതുതന്നെയാണ് എൻ്റെ ജീവജലം. എൻ്റെ ജീവജലം അയ്യപ്പസ്വാമിയാണ്. ഞാൻ കഴിക്കുന്ന ഔഷധങ്ങളും അന്നം ബ്രഹ്മ രസോ വിഷ്ണു ഭോക്താ ദേവാ ധർമ്മശാസ്ത്ര. അത് അറിയുന്നത് അയ്യപ്പസ്വാമി, കേൾക്കുന്നത് അയ്യപ്പസ്വാമി, അറിയുന്നത് അനുഭവിക്കുന്നത് അയ്യപ്പസ്വാമി, ശബ്ദം അയ്യപ്പസ്വാമി, രസം അയ്യപ്പസ്വാമി, ഗന്ധം അയ്യപ്പസ്വാമി, സ്പർശം അയ്യപ്പസ്വാമി, എല്ലാം അയ്യപ്പസ്വാമി. അങ്ങനെ അയ്യപ്പസ്വാമിയെ ശബ്ദസ്പർശ രസരൂപഗന്ധാദികളിലൂടെ അയ്യപ്പസ്വാമിയെ അറിഞ്ഞനുഭവിക്കുകയാണ് ശബരിമല സന്നിധാനത്തിൽ. അതിന് നമ്മൾ എന്ത് ചെയ്യണം? അതിന് ചെയ്യേണ്ടത്, നമ്മൾ മല കയറുമ്പോൾ ആ ശരണലയം ഉണ്ടാവും. അങ്ങ് സ്വാമിയെ അയ്യപ്പോ, സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും. മോഹക്ഷയത് ഇത് മോക്ഷ. ദുർമോഹങ്ങളെല്ലാം ക്ഷയിക്കും മല കയറുമ്പോൾ. ദുഃഖ ദുരിതങ്ങളെല്ലാം ക്ഷയിച്ച് ഇറങ്ങിപ്പോക്കോളും. 24 കാരറ്റ് ഡയമണ്ടായി മാറും. അപ്പോൾ നമുക്ക് എന്താവും? മല കയറുമ്പോൾ അവിടെ മുഴുവൻ കുരങ്ങനുണ്ടാവും. എന്ത്? വാനരൻ. അപ്പോൾ നമുക്ക് ഡാർവിൻ്റെ എവല്യൂഷണറി തിയറി വരും. എന്താണ്? ശ്രദ്ധിക്കണം. എൻ്റെ ഗുരുവാണ് സ്വാമി ചിന്മയാനന്ദ മഹാരാജ്, സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികൾ. അദ്ദേഹത്തിൻ്റെ ഗുരുവാണ് സ്വാമി ചിന്മയാനന്ദ മഹാരാജ്. ഗുരു സാക്ഷാത് പരബ്രഹ്മം ആ അയ്യപ്പസ്വാമിയാണ്. നമ്മൾ വിജ്ഞാനപ്രദം അപ്രമേയ സുഷമും ശ്രീ ഭൂതനാഥും വിഭും. ഈ അയ്യപ്പസ്വാമി തന്നെയാണ്, ഈ മരുന്ന് തന്നെയാണ് വേറൊരു കുപ്പിയിൽ ഗുരുവായിട്ട് അവിടെ വന്നിരിക്കുന്നത്. ആ ചിന്മയാനന്ദ മഹാരാജ് പറയും, ഈ ഡാർവിൻ്റെ എവല്യൂഷണറി തിയറിയിൽ അവസാനം എത്തുന്നത് വാനരനാണല്ലോ. ഈ വാനരൻ്റെ വാ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നരനായി മാറി. വാനരൻ്റെ വാ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നരനായി മാറി. അപ്പോഴോ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. ശ്രീനാരായണ ഗുരുദേവൻ ഇവിടെ അവതരിച്ചു പറഞ്ഞു, കൊല്ലാവ്രതം ഉത്തമമാം അതിലും ശവം തിന്നാവ്രതമത്ര അത്യുത്തമം. പ്യൂർ വെജായിട്ട് ജീവിക്കണമെന്ന് ഡാർവിൻ്റെ എവല്യൂഷണറി തിയറിയാണ്. ആരെങ്കിലും അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അവർ അവസാനമായിട്ട് കുരങ്ങനിൽ നിന്നും മനുഷ്യൻ, കുരങ്ങൻ പ്യൂർ വെജാണ്. അതുകൊണ്ട് അയ്യപ്പ ഭക്തന്മാർ ഓരോ വ്യക്തികളും ഈ മണ്ഡല മകരവിളക്ക് വ്രതത്തിൽ ഉള്ള പ്യൂർ വെജും മദ്യവും മയക്കുമരുന്നും മാംസവും ഫിഷും കഴിക്കുന്നതൊക്കെ അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതാണെന്നുണ്ടെങ്കിൽ മനുഷ്യാരാധന തന്നെ മാധവാരാധന, മനുഷ്യ നരപൂജ തന്നെ നാരായണ പൂജ. ഈ നിലയിലേക്ക് നമുക്ക് നമ്മുടെ ജീവിതത്തെ ഉയർത്താൻ സാധിക്കും. അതിൻ്റെ ശക്തി തരുന്ന ഊർജപ്രവാഹമാണ് അയ്യപ്പസ്വാമി. ആ നെഗറ്റീവും പോസിറ്റീവും കൂടുമ്പോഴാണ്, അച്ഛനും അമ്മയും കൂടുമ്പോഴാണ്, സ്ത്രീയും പുരുഷനും കൂടുമ്പോഴാണ്, ഇലക്ട്രോൺ പ്രോട്ടോൺ കൂട്ടുമ്പോഴാണ് മാസാകുന്നത്. അതുപോലെ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം മേടിച്ചു കഴിഞ്ഞ ഉടൻ തന്നെ ശ്രീലകത്തിന് തൊട്ട് മുട്ടിക്കൊണ്ട് ഗണപതിയുണ്ട്. ഏകദന്തായ വിദ്മഹേ വക്രതുണ്ടായ ധീമഹീം തന്നോ ദന്തി പ്രചോദയാൽ. ആ ഗണപതിയെ അപ്പോൾ തന്നെ തൊഴുത് അനുഗ്രഹം മേടിക്കണം. അപ്പോൾ ഗണപതിയുടെ കയ്യിലൊരു
കൊമ്പുണ്ടാവും. ഒന്നുമല്ല, അവനവനിൽ നിക്ഷിപ്തമായ കർമ്മം സ്വധർമ്മം അപിചാപേക്ഷ ന വികമ്പിത്വമർഹസി എന്ന് ഗണപതി എവിടുന്ന് പറയും. അവനവൻ്റെ ഡ്യൂട്ടി പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം. കഥയൊക്കെ പിന്നെ നിങ്ങൾ മറ്റ് ഇതിൻ്റെ താഴത്തുള്ള യൂട്യൂബ് ചാനലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. അത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ സർപ്പദോഷങ്ങളും നമ്മുടെ മക്കൾക്കുള്ള പുത്രദോഷങ്ങളും അതുപോലെ തന്നെ ആയുരാരോഗ്യത്തിനും എല്ലാത്തിനും വേണ്ടിയിട്ട് തൊട്ടപ്പുറത്ത് തന്നെ ഒരു നാഗരും കൂടിയുണ്ട്. അതും കൂടെ ഉടൻ തന്നെ തൊഴേണ്ടതാണ്. കാരണം സർപ്പപ്രീതി അവശ്യമേ കരണീയായുരാരോഗ്യ പുത്രാർത്ഥേ കനിഷ്യ. ഇവിടെ ആ നാഗരെ തൊഴുമ്പോൾ നമ്മൾ ചിന്തിക്കണം, ഈ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം, ഈ ഗണപതിയുടെ അനുഗ്രഹം, ഈ നാഗരുടെ അനുഗ്രഹം കൊണ്ട് എനിക്ക് സർപ്പപ്രീതി അവശ്യമേ, അത്യാവശ്യമാണ്. എന്തിന്? ഈ ദേവീദേവന്മാരുടെ തിരുസന്നിധിയിൽ നിന്നുള്ള അനുഗ്രഹം ആയുരാരോഗ്യത്തിനും പുത്രവർദ്ധനവിനും പുത്രന്മാരുടെ ആരോഗ്യത്തിനും ഇതിനാണ് ധർമാർത്ഥ കാമമോക്ഷങ്ങളെല്ലാം നേടാനായിക്കൊണ്ട്. അതിനുശേഷം നേരെ തന്ത്രിമുറിയിൽ പോയി തന്ത്രിയെ അനുഗ്രഹം മേടിച്ച് അദ്ദേഹത്തെ നമസ്കരിച്ച് ദക്ഷിണ കൊടുത്ത് പ്രസാദം മേടിക്കണം. മേശാന്തിയുടെ അടുത്ത് പോയിട്ട് സാഷ്ടാംഗ ദണ്ഡ നമസ്കാരം ചെയ്ത് അനുഗ്രഹം മേടിച്ച് ആ മഹാഭാഗ്യവാന് ദക്ഷിണ കൊടുത്ത് പ്രസാദം മേടിക്കണം. തൊട്ടപ്പുറത്ത് കീശാന്തി ഇരിക്കുന്നുണ്ട്, അദ്ദേഹത്തിനോട് അനുഗ്രഹം മേടിച്ച് ദക്ഷിണ കൊടുത്ത് പ്രസാദം മേടിക്കണം. എന്നിട്ട് 18-ാം പടി ഫ്ലൈ ഓവറിൻ്റെ മുകളിലൂടെ നേരെ മാളികപ്പുറത്ത് പോയിട്ട് മാളികപ്പുറത്തമ്മ മഞ്ചമാതാവിൻ്റെ അനുഗ്രഹം മേടിക്കണം. വൈകുന്നേരം ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഏറ്റവും പ്രധാന വഴിപാട് ഭഗവതി സേവയാണ്. ആ ഭഗവതി സേവയിൽ പങ്കെടുക്കണം. പിന്നെ കുടുംബത്തിലും എല്ലാവർക്കും എല്ലാ ജാതകദോഷങ്ങളും ഇങ്ങനെ സർവ്വദോഷങ്ങളും മാറാനായിക്കൊണ്ട് അവിടെ ഒരു പറകൊട്ടിപ്പാടുണ്ട്, അത് നടത്തണം. അതിനുശേഷം ജീവിതത്തിൻ്റെ സർവ്വ സമ്പത്തിനും സർവ്വ ഐശ്വര്യത്തിനും കുടുംബത്തിലെ സർവ്വ ദുഃഖ ദുരിതങ്ങളും മാറാനായിക്കൊണ്ട്, പ്രത്യേകിച്ച് ശത്രുദോഷം മാറാനായിക്കൊണ്ട് അവിടെ നവഗ്രഹങ്ങളുണ്ട്. ആ നവഗ്രഹങ്ങളെയും തൊഴുത് അനുഗ്രഹം മേടിച്ച് അരവണ അപ്പവും മേടിച്ച് കുടുംബത്തിലോട്ട് ഒരു നല്ല ജീവിതത്തിനായിക്കൊണ്ട് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഊഷ്മളമായ ഒരു ബന്ധം, അച്ഛനും മക്കളും തമ്മിലുള്ള വളരെ ശ്രേഷ്ഠമായ പവിത്രമായ ഒരു ബന്ധം, സഹോദരങ്ങളും സഹോദരിമാരും തമ്മിൽ പാലും വെള്ളവും പോലെയുള്ള നല്ലൊരു ബന്ധം, സുഹൃത്തുക്കളെല്ലാവരും പരസ്പരം സ്നേഹിക്കുന്ന ഒരു നല്ല സ്നേഹാലയമായി മാറണം. അതിന് അനുഗ്രഹം അയ്യപ്പസ്വാമി തരും. എങ്ങനെ? അഗ്നാ വിഷ്ണു സജോഷസേമം വർദ്ധന്തു വാങ്കിരസം. ഹേ അഗ്നിദേവ, ശിവൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും പുത്രനായ മോഹിനീസുതനായ ഹരിവരാസനമായ ഹരിഹര സമ്മോഹിതനായ ഹേ അയ്യപ്പ, ഞങ്ങളിൽ സ്നേഹമെന്ന വികാരം വർദ്ധിപ്പിക്കണമേ. അതിനായിക്കൊണ്ട് ഹരിവരാസനം, വിശ്വമോഹനം, ഹരിതധീശ്വരം, ആരാധ്യപാദുകം ആ പാദത്തിലേക്ക് ലയിച്ചു ചേർന്ന് ആ അയ്യപ്പനായി മാറണം, ആ മോഹിനീസുതനായി മാറണം. ആ ഭുവനമോഹന മന്ദഭാസം പൊഴിക്കുന്ന അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചു കൊള്ളുന്നു. നിങ്ങൾ അനുഭവിച്ച ഈ അരവണ അമൃതം, ഈ അദ്വൈതാമൃതം നിങ്ങൾ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. കമൻറ്റ് ബോക്സിൽ കമൻസുകൾ എഴുതണം. ഒപ്പം സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് ഈ അരവണ മധുരം അവർക്കൊക്കെ നുകരാനായിക്കൊണ്ട് അനുഗ്രഹിക്കട്ടെ അയ്യപ്പസ്വാമി എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ലോക സമർത്ഥ സുഖിനോ ഭവന്തു. ഓം ശ്രീ ഹരിഹരസുതൻ ആനന്ദജിത്തൻ അയ്യൻ അയ്യപ്പസ്വാമി ശരണം അയ്യപ്പ.